ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ആസ്ട്രോ ബോയ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വീഡിയോ ഇട്ടതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AIOMC എന്ന് പറയുന്ന ഒരു സെർവറിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മളൊരു സ്കിന്നൊക്കെ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്, വൈറ്റ് ഹുഡിയൊക്കെ വെച്ചിട്ട്. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും അടുത്ത തന്നെയായിട്ട് നമ്മൾ പുതിയൊരു സ്കിൻ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് സെറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഡയമണ്ട് ആർമർ ഇട്ടേക്കാം. നമ്മുടെ സ്കിൻ കാണാണ്ടിരിക്കാനായിട്ട് ഫേസ് മാത്രം കണ്ടോളാം. ഫേസും പോരാ, നമുക്കത് സെറ്റ് ആക്കാം. സോ നമ്മുടെ കുറെ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നതാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. യെസ്. ഇന്ന് നമ്മൾ AIO സെർവറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ AI സെർവറിലേക്ക് കടക്കാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു അയൺ ക്രേറ്റ് കിട്ടിയിട്ട് നമുക്ക് അത് വെച്ചിട്ട് സ്പൂണിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്പൂണിൽ കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ. നമ്മൾ ഇങ്ങോട്ട് സ്പൂൺ ഇവിടെയാണ്. ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ലീഡർ ബോർഡൊക്കെയാണ് ഉള്ളത്. ലീഡർ ബോർഡ്, പ്ലേ ടൈം ലീഡർ ബോർഡും എക്കണോമി ലീഡർ ബോർഡും ബ്ലോക്ക് മൈൻഡ് ലീഡർ ബോർഡുമാണ് ഇതിലുള്ളത്. ആൻഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ ഈ ഒരു എന്താ പറയാ, ഒരു ഗിഫ്റ്റ് പോലെ കിട്ടും. നമുക്കിപ്പോൾ കിട്ടണ അയൺ ക്രേറ്റ് ആണ്. ഇതിൽ നമ്മൾ ഇത് കിട്ടുമ്പോൾ അത് സ്റ്റോപ്പ് ആകണ എന്താണോ ആ സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല സാധനം കിട്ടണേ. ഓക്കെ, നമുക്ക് 4 നെതറൈറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവഴി. ഇനി സ്മിത്തിങ് ടെംപ്ലേറ്റും കൂടി കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഓക്കെ, ഷക്കർ ബോക്സ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ. അയൺ ക്രേറ്റിലൊക്കെ നമ്മുടെ കയ്യിൽ ഇത്ര സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ആൻഡ് ഗോൾഡൻ ക്രേറ്റിൽ ഈ സാധനങ്ങളും, ആൻഡ് ഡയമണ്ട് ക്രേറ്റിൽ ഈ സാധനങ്ങളാണ്. ആർമേഴ്സും ടൂൾസ് ഒക്കെയാണ്. ഡയമണ്ട് ക്രേറ്റ് കിട്ടാൻ ചാൻസ് റെയർ ആണ്. ആൻഡ് ഗോൾഡൻ ക്രേറ്റ് 50-50, ആൻഡ് അയൺ ക്രേറ്റ് 10% എന്തായാലും കിട്ടും. അല്ല, 100% ആയിട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും. മറ്റേ ഡയമണ്ട് ക്രേറ്റ് 1% ആണ് കിട്ടാൻ നല്ല ലക്കാണ്. ആൻഡ് പ്രിസൺ ആണിത്. പ്രിസണിലേക്ക് പോയാൽ ഇതന്നെ ഗൈസ്, ഇതാണ് പ്രിസൺ വാർഡ് മാനേജർ. ആൻഡ് ഇതേന ഒരാളെ കെട്ടി തൂക്കിയിട്ടാണ് കണ്ടോ, സൂതി അണ്ണനെ കെട്ടി തൂക്കിയിട്ടേക്കണു. ആരേത്? സൂതി അണ്ണനെ കെട്ടി തൂക്കിയിട്ടേക്കണു ഗൈസ്. ഇവിടെ വെച്ചിട്ടുണ്ട് കള്ളൻ. മോഷ്ടിക്കരുത്. ഇവിടെ ആരുമില്ല. ഈ ജയിലൊക്കെ ചിലപ്പോ നമ്മളെ കൂട്ടും. ഇവിടെ ആരുമില്ല. കണ്ടിട്ട് തന്നെ പേടിയാണ് കേട്ടോ. ജയിലാന്ന് തോന്നിക്കുന്ന ഹൊറിബിൾ പ്ലേസ് പോലെ തോന്നിക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ആരൊക്കെയുള്ളതെന്ന്. ഇതിന് ഹൊറിബിൾ ആണ് കേട്ടോ, ഭയങ്കര ഹൊറിബിൾ ആയിട്ടാണ് ജയിലൊക്കെ നമ്മൾ ഇവിടെ സെർവറിന്റെ ഓണേഴ്സ് പണിത് വെച്ചേക്കുന്നത്. നമ്മൾ തിരിച്ചു കാണാം. നമ്മൾ അറ്റത്തേക്ക് പോയില്ല. ഇവിടെ ആരുള്ള? ഇവിടെ ഒന്നും ആരും ഇല്ല. ആകെ സുതിയണ്ണനെയും പിന്നെ ഒരു കള്ളൻ എന്ന് പറഞ്ഞ വെച്ചനെയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. നമുക്ക് നേരെ സ്പോണിലേക്ക് പോവാം. പിന്നെ സ്പോണിലേക്കുള്ളത് ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോവാം. യെസ്, ഷോപ്പിംഗ് ഏരിയ. ഇതൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. എല്ലാ ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പിംഗ് ഏരിയ. ആൻഡ് ഇത് വിതർ സ്കെൽട്ടന്റെ ഷോപ്പും. ഇവിടെ റെയിൽസ്, ഗോൾഡൻ ആപ്പിൾ, അയേൺ, എല്ലാ വക ഐറ്റംസും, അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. ആൻഡ് ഇതൊക്കെയാണ് ഇവിടെയുള്ള പ്രധാന ഷോപ്സുകൾ. വേറെ ഷോപ്സുകളൊന്നും ഇല്ല ഗൈസ്. നമ്മളൊരു ഷോപ്സ് ഒക്കെ പയ്യെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെയാണ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പ്ലേയേഴ്സ് ഇപ്പോൾ കുറവാണ്. അവരൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഷോപ്പ് നമുക്ക് വലിയൊരു സെറ്റപ്പിൽ ഇനോഗ്രേഷൻ ഒക്കെ നടത്താം. ഇപ്പൊ നമുക്ക് നേരെ സ്പോണിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ അത്രയൊക്കെ ഉള്ളൂ സ്പോണിൽ. ആൻഡ് അടുത്തെന്ന് പറയുമ്പോൾ RTP അടുത്ത് നമ്മൾ വേൾഡിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇത് ഷോപ്പ്. അത് നമ്മളിപ്പോൾ ഷോപ്പ് നിന്ന് അടിച്ചാലേ കിട്ടത്തുള്ളൂ. ഷോപ്പ് GUI. ഓക്കെ, ഓക്കെ, നമ്മൾ നേരെ ഹോം ബേസിലേക്ക് പോകണം. എന്നാലേ നമുക്ക് ഇത് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് രാത്രിയാണ്. നമുക്ക് നേരെ കിടന്ന് ഉറങ്ങിയേക്കാം, വെറുതെ റിസ്ക് എടുക്കണ്ട. രാവിലെ ആയിട്ട് നമുക്ക് നേരെ കാണാം. പെട്ടെന്ന് രാവിലെ പെട്ടെന്ന് പെട്ടെന്നാവും. ചില സമയത്ത് ലേറ്റ്. ഓക്കെ, പെട്ടെന്നായിട്ടാ. നമ്മൾ ഷോപ്പ് GUI എന്നിടിച്ചാൽ അതെ, ഇതാണ് ഷോപ്പിംഗ്. ആർമേഴ്സ് ഒക്കെ കിട്ടും. നെതറൈറ്റ് ആർമർ ഇല്ല കേട്ടോ. ആൻഡ് ഓർസ് ഉണ്ട്, ബ്ലോക്സ് ഉണ്ട്, ഫുഡ് ഫാർമിങ്, ഫുഡ് ഓർസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഔട്ട്ഡോർ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബോട്ടിംഗ് ഏരിയ ആണ്. അവിടെയായിട്ടാണ് നമ്മുടെ ഫാർമിംഗ് ഏരിയ. അത് നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഗൈസ്. ഓക്കെ, സ്റ്റാർട്ടർ ബേസിന്റെ അടുത്തായിട്ട് ചെസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വെച്ച ചെസ്റ്റുകളാണ്. അത് നമ്മൾ കാണിച്ചു തരാം തുറന്നിട്ട്. ഇവിടെ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ സെറ്റപ്പ് ആക്കണം. നമുക്ക് ഇത് എറിഞ്ഞു പോകണം എടുക്ക്. നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. 2 പേരെ ഉള്ളൂ. ഇവിടെ ചെസ്റ്റ്, ക്രാഫ്റ്റിംഗ് ടേബിള്,
ഫർണസ്. ചെസ്റ്റിന്റെ ഉള്ളിൽ എൻ്റെ പഴയ അയൺ ആർമറും അയൺ പിക്കാക്സും അയൺ ഇങ്കട്ട് 60 ഒരു സ്റ്റാക്കും ബ്ലോക്ക് ഓഫ് എമറാൾഡ് ഒക്കെയാണ്. പിന്നെ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. അടിയിൽ നമ്മൾ സെറ്റ് ആക്കിയില്ല, സെറ്റ് ആക്കാം. ആൻഡ് ഇവിടെ നമ്മളൊരു എന്താ ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. തരാം ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. അത്യാവശ്യം ഉണ്ട്. ആൻഡ് ഇവിടെ ഉണ്ട് നമ്മുടെ 2 ഡയമണ്ട്, 3 എമറാൾഡ്, 7 ഗോൾഡൻ ആപ്പിൾ, ഒരു സ്റ്റാക്ക് അയൺ റോ അയൺ. ഇവിടെ 3 അയൺ റോ ഉണ്ട്, റോ അയൺ ഉണ്ട്. സോ നമുക്ക് നേരെ ഫാം ഏരിയയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹോം ഫാംസ് എന്നടിച്ചാൽ നമ്മൾ ഫാം ഏരിയയിലേക്ക് പോകും. സോ ഇവിടെ ചെറുതായിട്ടൊരു ഫുഡ് ഫാമൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, അവിടെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മൈ ബ്രീഡർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഇപ്പോൾ വർക്ക് ആവുന്നില്ല, എന്താണെന്ന് അറിയില്ല. കുറേ പേര് വന്ന് നോക്കി, ഇനി ഓണേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കണം. ബ്രീഡർ ഇപ്പോൾ ഒരു വില്ലേജർ വന്നു, പിന്നെ വന്നിട്ടില്ല. എന്താണെന്ന് അറിയില്ല. നമ്മൾ ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പ്ലീസ് വളരൂ, പ്ലീസ്. അയൺ വേണം, അയൺ ഫാം വേണം. എനിക്ക് നല്ലൊരു ആർമർ ഉണ്ടാക്കണം. അതിനെയൊക്കെ ആയിട്ട് നിങ്ങൾ സഹകരിക്കൂ. നിങ്ങൾ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? ഡു ഇറ്റ്. എറിഞ്ഞു കൊടുക്കൂ, ഇതൊക്കെ എടുക്കൂ. എന്നിട്ട് ബ്രീഡാവും. ഞാൻ ഒന്നും കാണുന്നില്ല, നിങ്ങൾ ബ്രീഡാവൂ പ്ലീസ്. നമുക്ക് ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാം. നടത്തു, ചെയ്യൂ, ബ്രീഡാവൂ. ഇവര് നന്നാവൂല ഗൈസ്, ഇവരൊക്കെ കൊല്ലണം. ദേഷ്യം വരുന്നുണ്ട്, നമ്മളെ പിടിച്ചു വെച്ചേക്കാണ്. സോ ഇവിടെ ഫാമിംഗ് ഏരിയ നമ്മൾ അയൺ ഫാം ഒക്കെ സെറ്റപ്പ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ബ്രീഡർ വർക്ക് ആവുന്നില്ല. സോ നമുക്ക് നേരെ ഇനി മറ്റേ മൈനിങ് ഏരിയ ആണ്. നമ്മുടെ ഹോം അടിച്ച മൈനിങ് ഏരിയയിലേക്ക് പോകും. ബട്ട് നമ്മളെ കേവ് പോലെ സെറ്റ് ആക്കിയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. സോ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോയത് നമ്മൾ ഇവിടെ ഈ കേവ്, ഈ കുഴിയിലാണ് നമ്മുടെ മൈനിങ് ഏരിയ സെറ്റപ്പ് ആക്കിയത്. ആ കുഴിയിലല്ല, ഈ കുഴിയിലാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് അടിയിലേക്ക് പോയ മൈനിങ് ഏരിയ ആണ്. അതിന് പെട്ടെന്ന് എത്താനായിട്ട് ഹോം മൈനിങ് ഏരിയ മൈനിങ് അടിച്ചത് കേട്ടോ. സോ അങ്ങോട്ട് പോയി നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ മൈനിങ് ഏരിയ ആണ്. സോ ഇങ്ങോട്ട് നമ്മൾ സ്ട്രെയിറ്റ് പാത്ത് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 5 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ 3 നമ്മൾ ഈ പിക്കാക്സ് ഉണ്ടാക്കി. ആൻഡ് 2 എൻ്റെ ബേസിൽ ഞാൻ പുറത്ത് വെച്ചാണ് സെസ്റ്റിൽ കണ്ടല്ലേ, അതാണുള്ളത്. പിന്നെ റെഡ് സ്റ്റോൺ ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഫോർച്യൂൺ പിക്കാക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോവാം. ആൻഡ് നമ്മളിപ്പോൾ ബെഡ് വാസ് അല്ലല്ല, ബെഡ് റോക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് മൈൻ ചെയ്ത് നോക്കാം. അവിടുന്ന് സ്ട്രേറ്റ് മൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡയമണ്ട്സ് അത്യാവശ്യം കിട്ടുന്നതായിരിക്കും. സോ അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അയണൊക്കെ അവിടെ എവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ വിചാരിച്ച ഈ ഏരിയ ആണ്. നേരെ അങ്ങോട്ട് അടിയിലേക്ക് കുറിച്ചിട്ട് ബെഡ് റോക്ക് എത്തിയിട്ട് നേരെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് മൈൻ ചെയ്യാം. സോ ആണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ആൻഡ് ഇവിടെ ഒരു ലാവ പൂളുണ്ട്, അവിടെ ഒരു ലാവ പൂളുണ്ട്. സോ നമുക്ക് തിരിച്ചു പോകുമ്പോൾ നേരെ ഇങ്ങനെ നടന്നു പോയി നോക്കാം. അത് വേണ്ട, ഹങ്കർ അല്ല, സോ റിസ്ക് വേണ്ട. നമുക്ക് നേരെ തിരിച്ചെത്തിയിട്ട് ഫുഡ് ഇതിലുണ്ടാവുമോ, ഇതിൽ വീക്ക് ആയിട്ടായിരിക്കുള്ളൂ. നമുക്ക് നേരെ അവിടെ നമ്മുടെ മറ്റേ സ്റ്റീക്ക് ഉണ്ടാവും, അതൊന്ന് കഴിക്കാം. അവ പെട്ടെന്ന് കുറച്ച് ഹെൽത്ത് ഇതാവും. സോ കുറച്ചെടുത്താൽ മതി. ഫുഡൊക്കെ ഭയങ്കര ക്ഷാമമാണ്. സോ അതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ, നമ്മളത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ സ്റ്റാർട്ടർ പ്രൈസിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ ഔട്ട്രോ പറയാം. സോ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ലീജിയൻ സെർവറിൽ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റ് ആയി എന്തായാലും നമ്മൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും. സോ യെസ്, ഷുവർലി ഞാൻ അടുത്ത വീഡിയോസ് അപ്പോൾ കിടക്കാച്ചിയാക്കാൻ നോക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.